ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും തിരുവോണമൊക്കെ അടിച്ചു പൊളിച്ചോ? നമ്മൾ അടിപൊളിയായിട്ട് സദ്യ കൊണ്ടുവിട്ടാണ്. ഇന്ന് അവിട്ടല്ലേ, ഇന്നലത്തെ കറികളൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു, എല്ലാം ഫിനിഷാക്കി. പായസം വരെ കഴിഞ്ഞു, കുറച്ചും കൂടി ഉള്ളൂ, എല്ലാം ഫിനിഷാക്കി. അപ്പം ഇന്നലത്തെ ബാക്കി കൊണ്ട് ഒരു പുളിശ്ശേരിയാണ് കേട്ടോ, സിമ്പിൾ പുളിശ്ശേരി, പൈനാപ്പിളും കുമ്പളങ്ങയും കൊണ്ട്. വളരെ സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. പൈനാപ്പിൾ മുറിച്ചെടുക്കട്ടോ, കഴുകിയതാണ്. മുറിക്കലൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ബാക്കി പ്ലേറ്റിലൊന്നും കാണാനില്ല. കടയിൽ കൂടെ തിന്നെയാണ്. മുറിക്കിനൊക്കെ കാണാനുണ്ട്, പ്ലേറ്റിൽ കാണാനില്ല. സിമ്പിളായിട്ടുള്ള കറിയാണ്. പൈനാപ്പിൾ നല്ല വില കേട്ടോ, ഓണമായിട്ട് തോന്നുന്നു. പൈനാപ്പിളും കുമ്പളങ്ങയും മുറിച്ചെടുക്കട്ടെ കേട്ടോ. നമുക്ക് പുളിശ്ശേരി വെക്കാം. ഒരു കഷ്ണം കുമ്പളങ്ങ, ഒരു കഷ്ണം പൈനാപ്പിളും കേട്ടോ. കുമ്പളങ്ങ കൂടുതൽ, പൈനാപ്പിൾ കുറവ്. അതെ, കാക്ക നോക്ക്, വിരുന്നുകാർ വരാനാ. മധുരം പുളി എല്ലാം കൂടിയുള്ള പുളിശ്ശേരി. അതെന്താ ഒരു കഷ്ണം? അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറുതായിട്ട് വെയിലുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മതിയോ? പച്ചമുളക്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഇതൊന്ന് വേഗട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. ചെറിയ 4 പച്ചമുളക്, ഒരു ചെറിയ മുറി തേങ്ങ കേട്ടോ. ഇതിലേക്ക് 1 ഗ്ലാസ് മോര് കേട്ടോ, നല്ല പുളിയുള്ള മോരാണ്. ഇതെല്ലാം കൂടി അരച്ചിട്ട് വരാം കേട്ടോ. നമുക്ക് കുമ്പളങ്ങയും പൈനാപ്പിളും എന്താന്ന് നോക്കാം. സൂപ്പറായി വന്നു കേട്ടോ. മോരും തേങ്ങയും കൂടി അരച്ചത് കേട്ടോ, ഒഴിച്ചു കൊടുക്കുക. പച്ചമുളകും അല്ലേ? ഇത് പച്ചമുളകും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ, ചെറുതായിട്ട് മതി, പതഞ്ഞാൽ മതിയോ? ഒന്ന് പതഞ്ഞാൽ മതി. അരപ്പൊഴിച്ചിട്ട് ചെറുതായിട്ട് ചൂടായിട്ടാ ഇനി ഓഫാക്കുക, താളിച്ചൊഴിക്കുക. സിമ്പിൾ പുളിശ്ശേരി, പുളിയും മധുരവും. ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. കടുകിടു. 1/4 ടീസ്പൂൺ ഉലുവ, വറ്റൽ മുളക് ഇട്ട് വരണം, കറിവേപ്പില, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേ പുളിശ്ശേരി ഉണ്ടാവും, എരിവും പുളിയും മധുരവും. ഇതുപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടെ, അടിപൊളിയാണ്, സൂപ്പറല്ലേ? പുളിശ്ശേരി സ്പെഷ്യൽ പുളിശ്ശേരിയാണ്, വെക്കാത്തവർ വെച്ച് നോക്കുക. കയപ്പയ്ക്ക ഉപ്പേരി കേട്ടോ. ഉപ്പേരി പറഞ്ഞാൽ മെഴുക്കുവരട്ടി.
മെഴുക്കുവരട്ടിയാണ്. അതും കൂടി ഉണ്ട്. ഇനി ഒന്ന് കേട് വരാൻ വേണ്ടിയിട്ട് അതും വെച്ചു. ക്യാരറ്റ് ഉണ്ട്, അതൊന്നും ഉപ്പേരി വെച്ചാൽ പച്ചക്കറി ഒന്നുമില്ല. കേട് വരാനുള്ളതൊക്കെ കഴിഞ്ഞു. കേട് വരാത്ത മാത്രമേ ഉള്ളൂ. ഉള്ളിയും ഉരുളക്കിഴങ്ങും ചേനയും ചേനയാണ് കേട് വരിക. മുരിങ്ങാക്കോലും മത്തങ്ങ ഇരിക്കുന്നുണ്ട്. എല്ലാം എങ്ങനെ കുറച്ച് വാങ്ങിയാലും പിന്നെയും ബാക്കിയൊന്നും ഇട്ടാ. അന്നേരം എല്ലാവരും തുണ്ട് എടുത്തോളൂ. എന്നിട്ട് ഓയിൽ മാത്രം ഇത്തിരി ബാക്കിയുള്ളൂ. അതെ, ബാക്കിയൊക്കെ കറക്റ്റ് ആയിരുന്നു. വടിച്ചെടുത്തു. കഴപ്പിക്ക മുഴുക്കുവരട്ടി റെഡി ആയിട്ടാ. തോരൻ അല്ല ഉപ്പേരി, ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കും. കഴപ്പിക്ക ഉപ്പേരി സൂപ്പറല്ലേ, നല്ല വരട്ടി എടുത്തിട്ടുണ്ട്. ഡാഡി സ്പെഷ്യൽ ഉപ്പേരി. ഞാൻ കഴുകാൻ ചോദിച്ചാ ഇളക്കാൻ വേണ്ടി മാത്രം വന്നതാ. എന്താ കുറച്ച് നാളികേരം, ശരി, നാളികേരം തേങ്ങ, തേങ്ങ പറയില്ല കണ്ടായിരുന്നു. അതിലൊരു പീസ് കിടക്കണം. അത് കുഴപ്പമില്ല, കടിക്കാൻ. കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു ഇന്നലത്തെ. പിന്നെ അങ്ങോട്ട് ഞാൻ ചെയ്യാം, ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാം. ക്യാരറ്റ് ഉപ്പേരി റെഡി. നമുക്ക് ചോറിനാം. ഞങ്ങൾ ഊണ് കഴിക്കട്ടാ. ഇന്നത്തെ എന്തൊക്കെ അറിയോ? പുളിശ്ശേരി, ഇഞ്ചി, ബീട്രൂട്ട് തോരൻ, അല്ല ക്യാരറ്റ് തോരൻ, പിന്നെ കയപ്പയ്ക്ക മെഴുക്കുവരട്ടി, പപ്പടം, പിന്നെ ഇന്നലത്തെ പായസം, പിന്നെ ഇന്നലത്തെ കുറച്ച് പായസം, പിന്നെ നമ്മുടെ വേറെ ഒന്നുമില്ല. അത്രയേ ഉള്ളൂ. ഔട്ടായിട്ട് പോരെ 4 തരം കറി. എല്ലാം ഇന്നത്തെ ഉണ്ടോ? ഇഞ്ചിപ്പുളി ഒഴിച്ച്. ഇഞ്ചിപ്പുളി ഇന്നലത്തെയാ? അത് പിന്നെ കുഴപ്പമില്ല. അപ്പം ഉണ്ണട്ടെ, കറി നോക്കട്ടെ. അടിപൊളി. അല്ല പുളിശ്ശേരി എങ്ങനെയുണ്ട് അച്ഛാ? അടിപൊളിയായിട്ട്. ഇങ്ങനെ വെക്കാത്തവരെ വെച്ച് നോക്കാം. കഴിച്ച് നോക്കുക കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഞങ്ങൾ ടൗണിൽ പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയതാണ്. കാലി ചായ കുടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്ക് സമൂസയും വാങ്ങി, ബോണ്ടയും വാങ്ങി. വേറൊന്നുമില്ല ഇവിടെ. എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. ഞാൻ പരിപ്പ് വട തിന്നണ ആളാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചായ മാത്രം കുടിച്ച് ഉണ്ണിയേട്ടനും കഴിച്ചു. പിന്നെ ഞങ്ങൾ രാത്രിക്ക് അപ്പം വാങ്ങിയതാണ് കേട്ടോ കഴിക്കാൻ. ഇവിടെ അപ്പക്കട നിറയെ ഉണ്ട്. ഇവിടെ വെള്ളയപ്പക്കട. അപ്പം മാത്രമേ ഉള്ളൂ, കറിയില്ല കേട്ടോ. അപ്പം വാങ്ങിയിട്ടോ. വില കൂടി. ആദ്യം 6 രൂപയായിരുന്നു, ഇപ്പോൾ 9 രൂപയായിരിക്കുന്നു. ഇവിടെ നോക്കിയാലും വില കൂടുതലാണ് എന്തിനും. ഒരു 5-6 വാങ്ങി ഞങ്ങൾ. കറി ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ടാ. അല്ല ഉണ്ടായിരുന്നു. കറി കിട്ടില്ല അവിടെ. കറി കിട്ടില്ല. ഇവിടെ നിറച്ചതവിടെ കടകളൂട്ടാ. കഴിഞ്ഞ ഫുള്ള് വെള്ളം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ.